കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ നിരവധിയാണ്. ഈ കത്ത് അയച്ചിരിക്കുന്ന കുറുപ്പമ്പടിയിൽ നിന്നാണ് ഒരു സഹോദരൻ അയച്ചിരിക്കുന്ന കത്താണ്. എൻ്റെ പേര് ബേസിൽ, ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് ഈ സാക്ഷി എഴുതുന്നത്. എൻ്റെ കസിൻ സിസ്റ്റർ അവളുടെ നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ ജോലിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബോഡി ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. 2025 ജൂലൈ 8 ചൊവ്വാഴ്ചയാണ് ജോലിയിൽ ജോയിൻ ചെയ്യേണ്ടത്. എന്നാൽ 2025 ജൂലൈ 2-ാം തീയതിയാണ് ആദ്യം ചെക്കപ്പ് ചെയ്യുന്നത്. അന്ന് റിസൾട്ട് ക്ലിയർ ആയില്ല, കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ജൂലൈ 3-ാം തീയതി വ്യാഴാഴ്ച ചെക്കപ്പ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ബ്ലഡിൽ HIV വൈറസ് കാണുന്നു, അത് പോസിറ്റീവാണ് എന്നല്ല, അവർക്കൊരു സംശയം തോന്നി. 4-ാം തീയതി വെള്ളിയാഴ്ച 3-ാമത്തെ പ്രാവശ്യം ബ്ലഡ് ചെക്ക് ചെയ്തു. റിസൾട്ട് 5-ാം തീയതി തരാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഷോക്കായി. നിങ്ങൾ ഓർക്കണം, 2 പ്രാവശ്യം HIV പോസിറ്റീവ് ആണെന്ന സംശയത്തിൻ്റെ പേരിൽ ചെക്കപ്പ് വീണ്ടും 3-ാമത് ഒരു ചെക്കപ്പും കൂടി അയക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന കുടുംബത്തിൻ്റെ മനോവേദനയാണ് പ്രാർത്ഥനയ്ക്കായിട്ട് അവർ ഇങ്ങോട്ടേക്ക് ചോദിച്ചത്. അപ്പോൾ ഈ 4-ാം തീയതി ടെസ്റ്റ് ചെയ്ത അന്ന് 4-ാം തീയതി വെള്ളിയാഴ്ച നൈറ്റ് ഡ്യൂട്ടിയിൽ പങ്കെടുത്ത് ഇവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. സർവശക്തനായ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് അന്ന് തന്നെ അത്ഭുതം പ്രവർത്തിച്ചു. ശനിയാഴ്ച റിസൾട്ട് വന്നപ്പോൾ HIV വൈറസ് ഇല്ല, ഒരു കോംപ്ലിക്കേഷനും ഇല്ല എന്ന് അനുകൂലമായി. നൈറ്റ് വിജിലിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇത് എന്ന് ഞങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, ഒരു ഷോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ച് കളയും, മനുഷ്യൻ്റെ എല്ലാ താളവും തെറ്റിച്ച് കളയും ഒരു രോഗം, അത് പ്രത്യേകിച്ച് HIV പോലെയുള്ള സംഭവങ്ങൾ. അപ്പോൾ എന്തു തന്നെയും ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ 3-ാമത്തെ ടെസ്റ്റ് കൊടുത്തിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്നവരുടെ മനോവേദന നമ്മളൊന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെയൊക്കെ വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി പല പ്രാവശ്യം പല പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, നിരാശരാകാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ നൈറ്റ് വിജിൽ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എങ്കിൽ, വലിയ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ, ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ്, മക്കളെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അതിനുള്ള അവസരമാണ് ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷ. നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ബുദ്ധി കൊണ്ടല്ല, ബുദ്ധിയും വിശ്വാസവും രണ്ടാണ്. വിശ്വാസം കൊണ്ടാണ്. വിശ്വാസത്തിലൂടെ അല്ലാതെ നമുക്കൊന്നും ലഭിക്കില്ല പ്രിയരെ. എല്ലാ കാര്യങ്ങളിലും സംശയത്തോടെ ജീവിക്കുന്ന വ്യക്തിക്ക് ഒന്നും ലഭിക്കില്ല. അതുകൊണ്ട് കണ്ണുമടച്ച് വിശ്വസിക്കണം. ദൈവം പ്രവർത്തിക്കും, ദൈവം എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകും, ദൈവം എന്നെ സഹായിക്കും. അതിന് ഈ നൈറ്റ് വിജിലിലെ ശുശ്രൂഷകൾ നമുക്ക് ഓരോരുത്തർക്കും കാരണമാകട്ടെ. നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ ഒരു പാട്ട് പാടി ദൈവം നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന അനേകായിരങ്ങളുണ്ട്. ഉന്നതനായ ദൈവമാണ് നമ്മുടെ ദൈവം, ഉന്നതനായ ദൈവം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആ ദൈവത്തിന് പാട്ട് പാടി എല്ലാ മഹത്വം കൊടുത്ത് നമുക്ക് ആരാധന അർപ്പിക്കാം. ദൈവം അതിശക്തനായ ദൈവമാണ്. നമ്മൾ നേരത്തെ കേട്ടു, നമ്മുടെ ദൈവം കരുത്തുറ്റവനാണ്. കർത്താവിൻ്റെ ഭുജം ശക്തമാണ്. ആ കരത്തെ നമുക്ക് ആരാധിക്കാം. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണ ബോധത്തിൽ യേശുവേ എന്നൊന്ന് വിളിക്കാമോ? യേശുവേ എന്നൊന്ന് വാ തുറന്ന് വിളിക്കാമോ? യേശുവേ, വാ തുറന്ന യേശുവേ, അല്പം കൂടെ വാ തുറന്ന യേശുവേ, കണ്ണടച്ച് 2-3 പേർക്ക് കേൾക്കാൻ നോക്കുന്നത് യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. വിശ്വാസത്തോടെ കൈകളടിച്ച
സന്തോഷത്തോടെ ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ നമ്മുടെ ദൈവം ഉന്നതനാണ്. കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാമോ? ആനന്ദത്തോടെ മഹത്വം കർത്താവിന്. കരങ്ങൾ താത്തി. ഹല്ലേലൂയ. ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുമേ. ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ. ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുമേ. ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ. ആകാശമോ തന്റെ സിംഹാസനം, ഈ ഭൂമിയോ തന്റെ പാദപീഠം. ആകാശമോ തന്റെ സിംഹാസനം, ഈ ഭൂമിയോ തന്റെ പാദപീഠം. ആ ദൈവം അത്ര ഉന്നതനാണേ, യേശു അത്ര ഉന്നതനാണേ. ആ ദൈവം അത്ര ഉന്നതനാണേ. ബോധത്തോടെ യേശു അത്ര കരങ്ങൾ ഉയർത്തിയടിക്കാം. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. യാവേ 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 ശക്തിയോടെ. യാവേ 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 യാവേ. കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാമോ? കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം. ഒന്നാടിപ്പാടി എല്ലാത്തിനും മേലെ ഉന്നതനായ ദൈവത്തിന് കരങ്ങളൊക്കെ ഒന്ന് വീശി, കരങ്ങളൊക്കെ ഒന്ന് കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി ആനന്ദത്തോടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളടിച്ച് മഹത്വം കർത്താവിന്. യേശു വലിയവൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് മഹത്വം, മഹത്വം, ആരാധന. കൈകൾ താത്തി. കടലിനെത്ര ആഴമാണെന്ന് ആരറിയുന്നു, സത്യമല്ലേ? കാറ്റിനെത്ര വഴികളാണെന്ന് ആരറിയുന്നു. എങ്ങനെ? കടലെത്ര ആഴമാണെന്ന് ആരറിയുന്നു, കാറ്റിനെത്ര വഴികളാണെന്ന് ആരറിയുന്നു. കടലിനെത്ര ആഴമാണെന്ന് ആരറിയുന്നു, കാറ്റിനെത്ര വഴികളാണെന്ന് ആരറിയുന്നു. കടലിനെത്ര ആഴമാണെന്ന് ആരറിയുന്നു, കാറ്റിനെത്ര വഴികളാണെന്ന് ആരറിയുന്നു. ആ കടലിൻ മീതെ നടന്ന് കാറ്റിനെ അടക്കി നിർത്തി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാണേ. ആ കടലിന്മീതെ നടന്ന കാറ്റിനെ അടക്കി നിർത്തി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാണേ. അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ് ആരാധിക്കാം. യേശു. അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. കരങ്ങൾ ഉയർത്തിയടിക്കാം. അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ് യേശു. അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. യാവേ 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 പാടാം. യാവേ 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 യാവേ. എല്ലാറ്റിനും മേലെ കൃപ കൊടുക്കും. യേശു വലിയവനാ. പാടാമോ? എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന.
രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും കരമടിക്കാം. ഉള്ളം കൈകൊണ്ടവൻ വെള്ളമളക്കും, ആകാശത്തെ തന്റെ ചാണിലൊതുക്കും. 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 ഭൂമിയിലെ പൊടിയെല്ലാം നാഴിയിലാക്കി കുന്നുകൾ തുലാസി തൂക്കും ദൈവമാണേ. ഭൂമിയിലെ പൊടിയെല്ലാം നാഴിയിലാക്കി കുന്നുകൾ തുലാസി തൂക്കും ദൈവമാണേ. അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണേ. കരങ്ങൾ ഉയർത്തി അടിച്ച് അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണേ. യേശു അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണേ. യേശു അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണേ. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. യാവേ, 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 കരങ്ങൾ വീശി യാവേ, 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 കരങ്ങൾ നന്നായി വീശി ആരാധിക്കുക. യാവേ, 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 ഓ യാവേ, 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 നമ്മുടെ അഭിഷേകം ചെയ്യണമേ. ഇരുകരങ്ങളും ഉയർത്തി യേശുവെ ആരാധിക്കുന്നു, സർവശക്തിയോടെ ആരാധിക്കുന്നു, യേശു നാമം വിളിച്ച് ആരാധിക്കുന്നു. അന്ധകാര പോരാട്ടങ്ങൾ യേശുനാമത്തിൽ നിർവീര്യമാകട്ടെ. ദൈവ സാന്നിധ്യം നിറയട്ടെ, ദൈവ സാന്നിധ്യം നിറയട്ടെ, പരിശുദ്ധാത്മശക്തി നിറയട്ടെ, ഉന്നതമായ അഭിഷേകം നിറയട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, ജീവിത സാഹചര്യങ്ങളുടെ മേൽ, എല്ലാ തിന്മകളുടെയും മേൽ, എല്ലാ കെട്ടുകളുടെയും മേൽ, എല്ലാ അന്ധകാര ശക്തികളുടെയും മേൽ, എല്ലാ രോഗപീഠകളുടെയും മേൽ, സാമ്പത്തിക ക്ലേശങ്ങളുടെ മേൽ, കടബാധ്യതകളുടെ മേൽ, ഭവനമില്ലാത്ത അവസ്ഥയുടെ മേൽ, കുടുംബ തകർച്ചയുടെ മേൽ, രോഗങ്ങളുടെ മേൽ, സ്നേഹരാഹിത്യത്തിന്റെ മേൽ, തകർച്ചകളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. വിടുതലുകൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ. കാരണമായ രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ, മനസ്സിലെ ദേഷ്യങ്ങൾ നീങ്ങിപ്പോകട്ടെ, വെറുപ്പും വൈരാഗ്യവും നീങ്ങിപ്പോകട്ടെ. കൃപ ഇറങ്ങട്ടെ, കൃപ ഇറങ്ങട്ടെ, കൃപ ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം നിറയട്ടെ. ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന. ശാന്തമായിരിക്കാം. കണ്ണുകളടച്ച് ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തോട് ചേർന്ന് നമുക്കായിരിക്കാം. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം 10-ാം തിരുവചനം.
അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ ദൈവം എന്നെ കൈക്കൊള്ളും. ആമേൻ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ ദൈവം എന്നെ കൈക്കൊള്ളും. ആമേൻ. ഈ രാത്രിയിൽ ഒരുപക്ഷേ ഈ ആരാധനയിൽ നീ ആയിരിക്കുന്നത് ഒത്തിരിയേറെ വേദനകളോടും നൊമ്പരങ്ങളോടും കൂടി ആയിരിക്കാം. ഒരുപക്ഷെ എല്ലാവരും ഉപേക്ഷിച്ച ഒരു ജീവിതമാണല്ലോ എൻ്റേത് എന്നോർത്ത് വേദനയോടെ ആയിരിക്കാം നീ രാത്രിയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ആരും എന്നെ സഹായിക്കാനില്ലല്ലോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ, എന്നെ ഒന്ന് താങ്ങാനില്ലല്ലോ എന്നോർത്ത് വേദനയോടെ ആയിരിക്കാം നീ ഇപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആരും എന്നെ പരിഗണിക്കാനില്ല, എന്നെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നില്ല, എല്ലാ അർത്ഥത്തിലും എന്നെ ഉപേക്ഷിക്കുന്നു, എന്നെ അവഗണിക്കുന്നു. എനിക്ക് മാത്രം എന്തുകൊണ്ട് ദൈവമേ ഇങ്ങനെയൊരു സാഹചര്യം, എന്തുകൊണ്ട് ദൈവമേ എനിക്കിങ്ങനെയൊരു അവസ്ഥ എന്നോർത്ത് ഹൃദയത്തിൽ ഒത്തിരിയേറെ വേദനയോടെ വിങ്ങുന്ന ഹൃദയത്തോടെ ആയിരിക്കാം നീ ഇപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുക. പ്രിയ ദൈവ പൈതലേ, ദൈവം നിന്നെ ഈ രാത്രിയിൽ കാണുന്നു. അവൻ ഈ രാത്രിയിൽ നിന്നെ കാണുന്നുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ അവൻ അറിയുന്നുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അവൻ അറിയുന്നുണ്ട്. നിന്നെ അവൻ കാണുന്നുണ്ട്. അവൻ പറയുകയാണ്, മകനെ മകളെ, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈക്കൊള്ളും. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും എൻ്റെ ദൈവം എന്നെ കൈക്കൊള്ളും. ഈ രാത്രിയിൽ വിശ്വസിക്കാം. ഹൃദയങ്ങൾ മാറോട് ചേർത്ത് ആ നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എൻ്റെ ഈശോയെ, നീ എന്നെ കാണണമേ. എൻ്റെ ഈശോയെ, നീ എന്നെ ഒന്ന് അറിയണമേ. ഈ ഗാനത്തിൻ്റെ ഈരടികളോട് ചേർത്ത് നമ്മുടെ ജീവനും ജീവിതവും എല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, എൻ്റെ ഈശോ, എൻ്റെ ഈശോ, നീ എന്നെ ഒന്ന് കാണണമേ. നീ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകളിലേക്ക് വരണമേ. നീ എൻ്റെ പീഡകളിലേക്ക് വരണമേ. എൻ്റെ രോഗങ്ങളിലേക്ക് വരണമേ. എൻ്റെ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥകളിലേക്ക് വരണമേ. മുൻപോട്ട് നീങ്ങാൻ പറ്റാത്ത, ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ച് സാവധാനം ഇരുകരങ്ങളെയും ഉയർത്തി ആ ദൈവപക്കലേക്ക് ജീവിതത്തെ കൊടുത്ത് ഒരിക്കൽ കൂടി ഒന്ന് ആരാധിക്കാം. ഈശോ എന്ന് വിളിച്ചൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഈശോയുടെ സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാഷാപരത്തിൽ ആരാധിക്കാം. ഹല 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 ഹല. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. നൊമ്പരങ്ങളിലേക്ക് ഈശോയെ ക്ഷണിക്കുക, വേദനകളിലേക്ക് ഈശോയെ ക്ഷണിക്കുക, ക്ലേശങ്ങളിലേക്ക് ഈശോയെ ക്ഷണിക്കുക. ആരുമില്ലല്ലോ എന്നോർത്തുള്ള വേദനകളിലേക്ക് ഈശോയെ ക്ഷണിക്കുക. അവൻ നിന്നെ പരിഗണിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ അറിയുന്ന ദൈവമാണ്. നിന്നെ ഉയർത്തുവാൻ നിന്റെ ദൈവത്തിന് ഒരു നിമിഷം മതി. നിന്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുവാൻ നിന്റെ ഈശോയ്ക്ക് ഒരു നിമിഷം മതി. അവൻ ഒരു വാക്കുച്ചരിച്ചാൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വാസത്തോടെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആശ്രയിപ്പാൻ എനിക്കെന്നും കരങ്ങൾ മാറോട് സർവശക്തൻ കൂടെയുണ്ട്. വിശ്വസിക്കുക. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ നമുക്കൊരു ദൈവമുണ്ട്. എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. നീ എന്നെ
എന്നെ ഒന്ന് തൊടണമേ. എൻ്റെ ഈ മരുഭൂമി അനുഭവത്തിൽ, എൻ്റെ ഈ ജീവിതത്തിൽ നീ എന്നെ ഒന്ന് തൊടണമേ. നീ എനിക്ക് സഹായമായി വരണമേ. ആരുമില്ലാതെ ഞാൻ കരയുമ്പോൾ, ആരും സഹായത്തിനില്ലാതെ ഞാൻ ക്ലേശിക്കുമ്പോൾ, ആരോരും എന്നെ സഹായിക്കാനില്ലാത്ത സാഹചര്യത്തിലും എൻ്റെ വിലാപം നീ കേൾക്കണമേ. എൻ്റെ കണ്ണുനീര് നീ കാണണമേ. എൻ്റെ അലച്ചിലുകൾ നീ കാണണമേ. എൻ്റെ വിലാപം നീ കേൾക്കണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം നീ കേൾക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ആശ്രയിക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ മാത്രമേ ഉള്ളൂ. ആ ബോധ്യത്തോടെ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എൻ്റെ ഈശോ സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ഈശോ, എൻ്റെ ഈശോ തൊടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. ഹല 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 ഹല. ആരാധന, 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 ആരാധന. ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. വിശ്വാസത്തോടെ പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. കരങ്ങൾ ഉയർത്തി ഈശോയുടെ മക്കളിലേക്ക് ജീവിതം സമർപ്പിച്ച് സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ. എല്ലാം കൊടുത്തുകൊണ്ട് ആരാധിക്കുക, ജീവിതം കൊടുത്ത് ആരാധിക്കുക. സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമി
യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആരാധിക്കുന്ന ദൈവമേ, നന്ദി പറയുന്ന അപ്പാ, വാഴ്ത്തുന്നു ഞങ്ങൾ. നിന്റെ സ്നേഹത്തെ ഓർത്ത് വാഴ്ത്തുന്നു. നീ ഞങ്ങളെ കരുതുന്നതിനെ ഓർത്ത് വാഴ്ത്തുന്നു. നന്ദി പറയുന്നു. നീ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത്, നീ ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത്, ആരാധിക്കുന്നു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ മാറോട് ചേർക്കുന്നത് പോലെ ഈ രാത്രിയിൽ നീ ഞങ്ങളെ ചേർക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ത്തിലെന്നെ വഹിച്ചതീന മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വഹിച്ചതീന മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പമൊന്നും ഏശില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാൽ തുമ്പമൊന്നും യേശുവില്ല. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ആശ്രയിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ ഏക ദൈവമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവാണ്. നമ്മെ വീണ്ടെടുക്കുന്നവൻ ഒരേ ഒരു ദൈവമാണ്. ഒരേ ദൈവം മാത്രമേ നമുക്കുള്ളൂ. അവൻ നമ്മെ വിടുതലിലേക്ക് നയിക്കും. വിശ്വാസത്തോടെ ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല, 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 ഹല. Oh, glory, 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 glory. കരങ്ങൾ ഉയർത്തി ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്. ആരാധനയിൽ സൗഖ്യമുണ്ട്. ആരാധനയിൽ കൃപകൾ ഇറങ്ങും. ആരാധനയിൽ തടസ്സങ്ങൾ മാറും. ആരാധനയിൽ ബന്ധനങ്ങൾ അഴിയും. ആരാധനയിൽ രോഗങ്ങൾ സൗഖ്യപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 യേശുവേ, യേശുവേ. Glory, 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 glory. ആത്മസാന്നിധ്യം നിറയട്ടെ. പരിശുദ്ധാത്മ സാന്നിധ്യം നിറയട്ടെ. ദൈവശക്തി നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ.
നീങ്ങിപ്പോകട്ടെ, രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ, കൃപയ്ക്കുമേൽ കൃപ ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളിൽ നിന്ന് അസ്വസ്ഥതകൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് തകർച്ചകൾ നീങ്ങിപ്പോകട്ടെ, തെറ്റായ ചിന്തകൾ നീങ്ങിപ്പോകട്ടെ. ഹല 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 ഹല. എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും, എൻ സ്നേഹമേ അങ്ങേ ഞാൻ ആരാധിക്കും, എൻ രക്ഷക അങ്ങേ ഞാൻ ആരാധിക്കും, എൻ ജീവനേ അങ്ങേ ഞാൻ ആരാധിക്കും, എൻ സൗഖ്യമേ അങ്ങേ ഞാൻ ആരാധിക്കും, എൻ ജീവനേ അങ്ങേ ഞാൻ ആരാധിക്കും, സൗഖ്യമേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ. കരങ്ങൾ നന്നായി ഒന്ന് വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 28-ാം തിരുവചനം. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. ആമേൻ. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:18. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് ഈ രാത്രിയിൽ. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധം എൻ്റെ ഉള്ളിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ? നമുക്കറിയാം, ആരാധനയിലൊക്കെ വിടുതലുകളും സൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ സംഭവിക്കും. ഈ സൗഖ്യം നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ ദൈവം പറയുകയാണ്, നമുക്ക് രമ്യതപ്പെടാം. ഇത് തന്നെയാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനങ്ങൾ പറയുകയാണ്, ഇപ്രകാരം പറയുകയാണ്, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാൻ ചെല്ലുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് നീ ഓർത്താൽ കാഴ്ചവസ്തു ബലിപീഠത്തിന് മുന്നിൽ വെച്ച് പോയി അവനുമായി രമ്യതപ്പെടുക, തിരിച്ചു വന്ന് കാഴ്ചയർപ്പിക്കുക. ഈശോ നമ്മളോട് പറയുകയാണ്, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് നീ അവിടെ വെച്ച് ഓർമ്മിച്ചാൽ കാഴ്ചവസ്തു ബലിപീഠത്തിന് മുന്നിൽ വെച്ച് നീ പോയി അവനുമായി രമ്യതപ്പെടുക, തിരികെ വന്ന് കാഴ്ചയർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അനുതപിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അനുതപിച്ചാൽ നീ ഐശ്വര്യം പ്രാപിക്കും. അനുതപിച്ചാൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ രാത്രിയിൽ ദൈവം, യേശു നമ്മെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയരെ, ഒരുപക്ഷെ ഒത്തിരിയേറെ നാളുകളായി
പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്നൊരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. അനുഗ്രഹത്തിന് തടസ്സമുണ്ടോ? ചില ബ്ലോക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നുണ്ടോ? ചില പ്രതിസന്ധികൾ നമ്മളെ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടോ? തിരിച്ചറിയുക, സത്യം ഇതാണ്: അനുതപിച്ചാൽ നീ ഐശ്വര്യം പ്രാപിക്കും. അനുതപിച്ചാൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സംഭവിക്കും. നീ രമ്യതപ്പെടണം, ദൈവവുമായി സഹോദരനുമായി രമ്യതപ്പെടണം. നമ്മുടെ ഇരു കരങ്ങളെയും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താം. ഈ രാത്രിയിൽ ചിലരെ എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ചില വ്യക്തികളുടെ മുഖങ്ങൾ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ കൺമുമ്പിൽ ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ ഒന്ന് അനുതപിക്കുക, നമ്മുടെ ഹൃദയത്തെ ഒന്ന് എളിമപ്പെടുത്തുക. എൻ്റെ ഈശോയെ, ഞാൻ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റുപറയുക. കാഴ്ചവസ്തു ബലിപീഠത്തിന്റെ മുൻപിൽ വെച്ചിട്ട് പോയി അവനുമായി രമ്യതപ്പെടുക. തിരികെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പോൾ നീ അനുഗ്രഹം പ്രാപിക്കും. നിന്റെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, എൻ്റെ ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ജോലി തടസ്സങ്ങൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് മക്കളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കടബാധ്യതകൾ എടുത്തു നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ രോഗം സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ആരാധിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല 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 ഹല. ഗ്ലോറി, 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 ഗ്ലോറി. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവകൃപ ഇറങ്ങട്ടെ. നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഈശോയുടെ സാന്നിധ്യം ഇറങ്ങട്ടെ. സ്വർഗത്തിന്റെ കൃപകൾ വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ മഹത്വം, 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 മഹത്വം. ഹല 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 ഹല. ആരാധന, 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 ആരാധന. കരങ്ങളൊന്നടിച്ച്, താളത്തിൽ കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമുക്ക് ഈ ഗാനത്തിന്റെ ഇരടികളോട് ചേരാം. വല്ല പാപത്താലെ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭാനുവദിക്കരുതേ. എന്നോടെളിയൊരറ്റം ചെയ്യുന്നതിനു മുൻപേ നഷ്ടമാക്കിടമകിലവും ദൈവമേ, നന്മ സ്വരൂപാ. എല്ലാ സൃഷ്ടികളെ കാലുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതല. കരങ്ങളും ഉയർത്തിയടിക്കാം. കരങ്ങൾ താഴ്ത്തി. എന്റെ സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമാ മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിമേ. കരങ്ങളെ ഉയർത്തി. എല്ലാ
എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമേ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ കാണുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും വീണ്ടും ആരാധിക്കാം. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമേ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ കാണുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിന്നെ സ്നേഹിച്ചിടും ആരാധിക്കുന്ന ദൈവമേ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു. സ്നേഹം കൊണ്ട് ഞങ്ങളെ ഹൃദയങ്ങളെ നിറയ്ക്കണം. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ. ദൈവ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഹോദര സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ കാണണമേ. എല്ലാ അശുദ്ധികളിൽ ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല 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 ഹല. ഗ്ലോറി 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 ഗ്ലോറി. കൃപ ഇറങ്ങട്ടെ കൃപ ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം നിറയട്ടെ ദൈവ സാന്നിധ്യം നിറയട്ടെ. ഹല 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 ഹല. ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോ ഈശോ. കൃപ 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 കൃപ. ആത്മസാന്നിധ്യം നിറയട്ടെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ അനുഗ്രഹിക്കണമേ. ഹല 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 ഹല. Glory, 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 glory. പാപത്താലെ നിന്നെ ദ്രോഹിച്ചിട വല്ലഭ അനുവദിക്കരുതേ. നിന്നോടെളിയോരറ്റം ചെയ്യുന്നതിനു മുൻപേ നഷ്ടമാക്കിടമകിലും ശാന്തമായിരുന്ന വല്ല പാപത്താലെ നിന്നെ ദ്രോഹിച്ചിട അനുവദിക്കരുതേ. നിന്നോടെളിയോരറ്റം ചെയ്യുന്നതിനു മുൻപേ നഷ്ടമാക്കിടമകിലവും എല്ലാ സ്നേഹത്തിനും നന്ദിയോടെ ഏറ്റവും യോഗ്യനാം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ദൈവമേ നല്ല നന്മ ദൈവത്തിന് സ്വരൂപ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കാം. സൃഷ്ടികളെ കളുമുപരിയായി ഞാനങ്ങേ സ്നേഹിക്കുന്നു. നിന്നെ സ്നേഹിച്ചിടും ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. നന്ദി പറയുന്നു. കരങ്ങളൊന്ന് മാറോട് ചേർത്ത് പിടിച്ച് എന്നെ സ്നേഹിക്കുന്ന എന്റെ നല്ല ദൈവത്തിന് ആരാധനയും സ്തുതി അർപ്പിക്കുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ. എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ സ്തുതിക്കട്ടെ. നന്ദി പറയാം നന്ദി പറയാം. നമ്മെ സ്നേഹിക്കുന്ന ഈ നൈറ്റ് വിജിൽ ആരാധനയിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തന്റെ സാന്നിധ്യം ചൊരിയുന്ന, നമ്മളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ സന്തോഷഭരിതരാക്കുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി പറയാം. അല്പസമയം കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് അല്പസമയം ഭാഷാപരത്തില് പരിശുദ്ധാത്മാവിനൊന്ന് സ്തുതിക്കാം. സ്തുതിക്കാമോ? സമൂഹം മുഴുവനൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനം കേൾക്കുവാൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ തുറക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.